നിങ്ങളുടെ എല്ലാവരുടെയും ആൻഡ്രോയിഡ് ഫോണിൽ ഒരു സിസ്റ്റം ആപ്പ് ഉണ്ട്. നിങ്ങൾ അതിനെ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഓൾവേസ് റൺ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഫോൺ യൂസേജ് അനലൈസ് ചെയ്യുന്നു. നോട്ടിഫിക്കേഷൻ, ടൈപ്പിംഗ് പാറ്റേൺ, ലൊക്കേഷൻ ഡാറ്റ വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ഈ ആപ്പിന്റെ പേരാണ് ആൻഡ്രോയിഡ് സിസ്റ്റം ഇന്റലിജൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും, ഈ ആപ്പ് പ്രൈവസി റിസ്ക് ആണോ, അല്ലെങ്കിൽ ആൻഡ്രോയിഡിന്റെ നോർമൽ ഫീച്ചർ ആണോ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ കാണാം. ഈ ഹിഡൻ ആപ്പ് എവിടെയാണെന്ന് കാണാൻ വേണ്ടി ആദ്യമായി നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസിൽ ഏറ്റവും താഴെ ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കുറച്ച് താഴെ സ്ക്രോൾ ചെയ്താൽ ഇവിടെ സെർച്ച് ആൻഡ് ഹെൽപ്പ് എന്നുള്ളൊരു സെർച്ച് ബോക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൽ ഡിലീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസിൽ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഡിലീറ്റ് ആപ്സ് ഓൺ യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഇന്റർഫേസിൽ ടാപ്പ് ടു ഗോ ടു ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഇന്റർഫേസിൽ മുകളിലുള്ള സെർച്ച് ബാറിൽ നിങ്ങൾ ആൻഡ്രോയിഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇന്റലിജൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരെ ആ ഹൈഡായി കിടന്ന ആപ്പിലേക്ക് പ്രവേശിച്ചു. ആദ്യം നമ്മൾക്ക് ഈ ആപ്പ് എന്താണ് ചെയ്യുന്നത് നോക്കാം. ഇത് ആക്ച്വലി ഒരു സ്പൈവെയർ ആപ്പ് അല്ല. ഇത് ഗൂഗിൾ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു AI സർവീസ് ആണ്. ഈ ആപ്പ് ഉപയോഗിക്കുന്നത് സ്മാർട്ട് ടെക്സ്റ്റ് സെലക്ഷൻ, ആപ്പ് സജഷൻ, ലൈവ് ക്യാപ്ഷൻസ്, നോട്ടിഫിക്കേഷൻ സജഷൻസ്, സ്മാർട്ട് കോപ്പി പേസ്റ്റ് ഇതുപോലുള്ള ആൻഡ്രോയിഡ് ഫീച്ചർ വർക്ക് ചെയ്യാനാണ്. പക്ഷേ ചില ആളുകൾക്ക് പ്രൈവസി കൺസേൺ ഉണ്ടാകാം. കാരണം ഈ ആപ്പിന് ചില പെർമിഷൻ ഉണ്ടാകാം. ആദ്യമായി സ്മാർട്ട് ടെക്സ്റ്റ് സെലക്ഷൻ എന്നത് ആൻഡ്രോയിഡിന്റെ ഒരു ഇന്റലിജൻസ് ഫീച്ചർ ആണ്. ഉദാഹരണത്തിന് ഫോണിൽ നിങ്ങൾ ഒരു അഡ്രസ് കോപ്പി ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് അത് ഓട്ടോമാറ്റിക്കലി അത് അഡ്രസ് ആണെന്ന് തിരിച്ചറിയും. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ നൽകും. ഫോൺ നമ്പർ ആയാൽ കോൾ ഓപ്ഷൻ നൽകും. ഇമെയിൽ ആയാൽ മെയിൽ ഓപ്ഷൻ നൽകും. അതാണ് സ്മാർട്ട് ടെക്സ്റ്റ് സെലക്ഷൻ. ഇനി നമ്മൾക്ക് ലൈവ് ക്യാപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ ലൈവ് ക്യാപ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഫോണിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഓഡിയോ ഇല്ലെങ്കിലും ആൻഡ്രോയിഡ് ഓട്ടോമാറ്റിക്കായി സ്ക്രീൻ സബ്ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യും. അതായത് വീഡിയോയിൽ പറയുന്നത് ടെക്സ്റ്റ് ആയിട്ട് കാണിക്കും. കേൾവി പ്രശ്നമുള്ളവർക്ക് പോലും വീഡിയോ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഫീച്ചർ വർക്ക് ചെയ്യാൻ ഇതിൽ വോയിസ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചില ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക ഇതിൽ പ്രൈവസി പ്രോബ്ലം ഉണ്ടോ എന്നാണ്. കാരണം ഈ ആപ്പിന് ചില പെർമിഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ലൊക്കേഷൻ, നോട്ടിഫിക്കേഷൻ, ഡിവൈസ് യൂസേജ് ഡാറ്റ. ഇത് മെയിൻലി ആൻഡ്രോയിഡ് ഫീച്ചർ ഇംപ്രൂവ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിനുള്ള പെർമിഷൻ നമ്മൾക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനായി നിങ്ങൾ അതിൽ നോട്ടിഫിക്കേഷന്റെ താഴെ പെർമിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനും ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. കാരണം ഇത് ഹൈഡ് ചെയ്തു വെച്ച ആപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാം ഡിഫോൾട്ടായി ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ പ്രൈവസി കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലൊക്കേഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അതുപോലെ മൈക്രോഫോൺ പെർമിഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓഫ് ചെയ്യാം. കൂടാതെ നോട്ടിഫിക്കേഷൻ കൺട്രോളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ പ്രൈവസി കൂടുതൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ചില മൊബൈലുകൾക്ക് ഈ ആപ്പ് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കും. ഇവിടെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഈ ആപ്പ് നിങ്ങൾ അറിയാതെ ഡിസേബിൾ ചെയ്താൽ സ്മാർട്ട് സജഷൻ വർക്ക് ചെയ്യില്ല, ലൈവ് ക്യാപ്ഷൻ ഡിസേബിൾ ആകാം, ചില ആൻഡ്രോയിഡ് AI ഫീച്ചർ സ്റ്റോപ്പുമാകാം. അതുകൊണ്ട് തന്നെ ഈ ആപ്പ് ഡിസേബിൾ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതിൽ നമ്മൾ നമ്മുടെ പ്രൈവസി മാത്രം കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോവുമായി വീണ്ടും കാണാം. ബൈ.